ഹലോ പ്രിയമുള്ളവരെ, NSS യൂണിറ്റും WMO കോളേജും കേരള വനം വകുപ്പും ചേർന്നിട്ടുള്ള ഒരു പരിസ്ഥിതി യാത്ര, വനയാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ഞങ്ങൾ കോളേജ് ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത്. ഏകദേശം 4 മാസക്കാലം മുൻപ് സാമൂഹിക വനവൽക്കരണ വിജ്ഞാന വ്യാപന വിഭാഗം കോഴിക്കോട് ഡിവിഷനിൽ ഞങ്ങൾ കോളേജ് അപ്ലൈ ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഞങ്ങൾക്ക് ഈ ക്ലാസ് അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. വലിയ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. കാരണം കുട്ടികളിൽ പാരിസ്ഥിതിക ധർമ്മത്തിൻ്റെ അവബോധം എത്തിക്കുക, അല്ലെങ്കിൽ പരിസ്ഥിതിയുടെ ധർമ്മത്തെക്കുറിച്ചിട്ടൊക്കെ ഒരു ഒരു തിരിച്ചറിവ് എത്തിക്കുക എന്നതാ ലക്ഷ്യമായിരുന്നു വനം വകുപ്പിൻ്റെ ഫണ്ടൊക്കെ മുടക്കിക്കൊണ്ട് കുട്ടികൾക്ക് ഈ ക്ലാസ്സുകൾ നൽകുന്നത്. അങ്ങനെ രാവിലെ തന്നെ ഏകദേശം 10 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ കല്ലുമുക്ക് എന്ന പ്രദേശത്ത്, കല്ലൂരിൻ്റെ അടുത്ത് മുത്തങ്ങയ്ക്കടുത്തുള്ള പ്രദേശത്തെത്തി. ഈ കാടിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഏകദേശം ഒരു 5-8 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കർണാടക ബോർഡറിൽ നമുക്ക് എത്താമെന്നുള്ളതാണ്. രാവിലെ രാജു സാറിൻ്റെ ക്ലാസ് കിട്ടി, ഞങ്ങൾക്കൊരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നുകൊണ്ടാണ് ഞങ്ങൾ കാട്ടിലോട്ട് പോകുന്നത്. വലിയ പരിസ്ഥിതിക്കും അല്ലെങ്കിൽ മെച്ചപ്പെട്ട ജീവിതത്തിനും ഭക്ഷ്യസുരക്ഷയ്ക്കും വനങ്ങൾ അത്യന്താപേക്ഷിതമാണ് എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. വനമേഖലയെ ആശ്രയിച്ചു കഴിയുന്ന ജനവിഭാഗങ്ങൾക്ക് ഭക്ഷണവും ഊർജവും പാർപ്പിടവും ജോലിയും വരുമാനം എന്നിവയൊക്കെ വനമേഖലയിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. വന പരിപാലനത്തിന് ഫോറസ്റ്റ് ഹെൽത്ത് എന്ന ആശയം തന്നെ നമുക്ക് അത്യന്താപേക്ഷിതമാണെന്ന് നാം തിരിച്ചറിയണം. ലഭ്യമായ വനമേഖലയുടെയും വനമേഖലയ്ക്ക് പുറത്തുള്ള വൃക്ഷങ്ങളുടെയും വനപ്രദേശങ്ങളുടെയും ശാസ്ത്രീയമായിട്ടുള്ള അവലോകനം കാലാനുസൃതമായി നടപ്പിലാക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള വളരെ കുറച്ചു രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും പശ്ചിമഘട്ട മലനിരകളും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നീ പ്രദേശങ്ങളിലൊക്കെ കാണപ്പെടുന്ന നിത്യഹരിത വനങ്ങൾ മുതൽ ഹിമാലയൻ പർവ്വതങ്ങൾ നിരകളിൽ കാണപ്പെടുന്ന കുറ്റിച്ചെടികൾ വരെയുള്ള വിവിധ വനമേഖല പ്രദേശങ്ങളാണ് ഇന്ന് രാജ്യത്തുള്ളത് എന്നും മനസ്സിലാക്കണം. ഇത്തരത്തിൽ ഉള്ള വനമേഖല പ്രദേശത്തെ കൂടാതെ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, ആർദ്ര നിത്യഹരിത വനങ്ങൾ, മുൾപടർപ്പുകൾ, ഉപ ഉഷ്ണമേഖല പ്രദേശങ്ങൾ, പൈൻമരങ്ങൾ എന്നിവയൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം 2015 7,94,245 ചതുരശ്ര കിലോമീറ്റർ ആണ് രാജ്യത്തെ മൊത്തം വനപ്രദേശ മേഖല എന്ന് നാം തിരിച്ചറിയണം. അതായത് ഭൂപ്രകൃതിയുടെ 2.16% വനം എന്ന് നാം മനസ്സിലാക്കണം. നാം ഇപ്പോൾ കടന്നു പോകുന്ന ഈ ഒരു ഭാഗം എന്നുള്ളത് ഏകദേശം 10 വർഷക്കാലം മുൻപ് ജനവാസമുണ്ടായിരുന്നൊരു പ്രദേശമാണ്. ഇവിടെ നിന്ന് ജനത്തെ സർക്കാർ കുടിയൊഴിപ്പിച്ചതാണ്. അതിൻ്റെ നാമാവിശേഷമായിട്ട് തെങ്ങുകളും നമുക്കവിടെ പുളികളും പ്ലാവ് മരങ്ങളൊക്കെ കാണാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ട ഒന്ന് എന്നുള്ളതാണ്. ഇത്തരത്തിൽ വനത്തിന് ജൈവ വൈവിധ്യ സംരക്ഷണം എന്ന നിലയിലും അല്ലെങ്കിൽ ജീവനോപാധി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴും വലിയ പദ്ധതികളിലൂടെ വനങ്ങൾ പരിപാലിക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വനാതിർത്തിയുടെ സർവേ ഉണ്ട്, വനസംരക്ഷണമുണ്ട്, നശിച്ചുപോയ വനത്തിന് പകരം വെച്ച് പിടിപ്പിക്കൽ എന്നിവയൊക്കെ ഇതിൻ്റെ ഘടകങ്ങളാണ് എന്നുള്ള കാര്യങ്ങൾ ഓർത്ത് നമ്മൾ മനസ്സിലാക്കണം. ഈ അടുത്ത കാലഘട്ടത്തിലായിട്ട് മനുഷ്യ മൃഗ സംഘർഷമൊക്കെ അതീവ തീവ്രമാവുന്നൊരു കാലഘട്ടമാണല്ലോ. വന്യജീവികളുടെ ആവശ്യങ്ങൾ ജനവിഭാഗങ്ങളുടെ മേൽ അതിക്രമിക്കുമ്പോഴാണ് മനുഷ്യ മൃഗ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത് എന്നൊരു തിരിച്ചറിവൊക്കെ ഞങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് കിട്ടി. ഇതുമൂലം മനുഷ്യർക്കും വന്യജീവികൾക്കും ഒരുപോലെ നാശനഷ്ടം സംഭവിക്കുന്നു എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. ജനസംഖ്യയിലുള്ള വർധനവും വനമേഖലാ പ്രദേശങ്ങൾക്ക് മേലുള്ള അധിക സമ്മർദ്ദവും മൂലമാണ് മനുഷ്യമൃഗ ഏറ്റുമുട്ടലുകളും തൽഫലമായിട്ടുള്ള സംഘർഷങ്ങളും വർദ്ധിക്കുന്നത് എന്ന് നാം തിരിച്ചറിയുന്നുണ്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ മനുഷ്യർക്കുണ്ടാവുന്ന മുറിവുകൾ, മനുഷ്യർക്കുണ്ടാവുന്ന കൃഷിനാശങ്ങൾ, വളർത്തുമൃഗങ്ങളുടെ മോഷണങ്ങൾ, വീടുകൾക്കും വസ്തുക്കൾക്കും മേൽ കേടുപാടുകൾ, എങ്ങനെ പല വിധത്തിലുള്ള മനുഷ്യമൃഗ സംഘർഷങ്ങൾക്ക് പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ ഇതിനെയൊക്കെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളതും, അല്ലെങ്കിൽ എങ്ങനെയാണ് മനുഷ്യമൃഗ സംഘർഷങ്ങളുടെ കാരണമെന്നും ഇതിൻ്റെ വ്യാപ്തി എങ്ങനെയാണ് എന്നും, എങ്ങനെയാണ് കേരളത്തിലെ വനാതിർത്തികളിൽ മനുഷ്യ സംഘർഷങ്ങൾ അല്ലെങ്കിൽ മനുഷ്യമൃഗ സംഘർഷങ്ങൾ വളരെ സാധാരണമാണ് എന്നും, ആനയും കാട്ടുപന്നിയും കുരങ്ങനും കടുവയും പാമ്പും എന്നിവ അടങ്ങുന്ന
ഇതിൽ ഒരുപാട് ജീവജാലങ്ങൾ എങ്ങനെ ഏറ്റുമുട്ടുന്നു എന്നൊക്കെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടുള്ള വാസസ്ഥലം ഛിന്ന ഭിന്നമാക്കപ്പെട്ടു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നും, വനങ്ങളുടെ നശീകരണം മൂലം നമുക്കെന്ത് സംഭവിക്കുന്നു എന്നും, വനത്തിലൂടെയുള്ള നടപടികളുടെ അഭാവത്താൽ എന്ത് സംഭവിക്കുന്നു എന്നും, കൃഷിയിലും ഭൂവിനിയോഗത്തിലും വന്നിട്ടുള്ള മാറ്റങ്ങൾ മൂലം അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാന മൂലങ്ങൾ എന്തെല്ലാം ആക്രമണ വാസനകൾ ഉണ്ടാവുന്നു എന്നൊക്കെ ക്ലാസ്സിലൂടെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. ഏകദേശം രാവിലെ തുടങ്ങി ഏകദേശം ഉച്ചയോട് കൂടിയിട്ടാണ് ഈ യാത്ര ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. വനത്തെ നന്നായി തിരിച്ചറിയാൻ കുട്ടികൾക്കായി എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു സന്തോഷം. വരുന്ന തലമുറകൾക്ക് എങ്ങനെയാണ് വനവും വന്യജീവികളും പ്രാധാന്യമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഓക്കേ.